അടിപൊളി. ഹലോ, നമസ്കാരം. വെൽക്കം ടു മച്ചാൻതട്ടുകട. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോ കടവന്ത്രയില് എറണാകുളത്തുള്ള ഒലിവ് ഡൗൺ ടൗൺ ഹോട്ടലിന്റെ മുമ്പിലാണ്. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെയാണ്. അപ്പൊ നമുക്ക് കണ്ടുനോക്കാം. മച്ചന്മാരെ, അപ്പൊ നമ്മള് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒലിവ് ഡൗൺ ടൗൺ ഹോട്ടലിലാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യൽ വ്യൂവൻ ചെയ്യുന്നത് ഇവിടുത്തെ ചെഫ് ഷൈജു ചേട്ടനാണ്. അപ്പൊ നമുക്ക് ഷൈജു ചേട്ടനെ പരിചയപ്പെടാം. ഷൈജു ചേട്ടാ, വെൽക്കം ടു മച്ചാൻസ്തട്ടുകട. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്താണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത്? നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കോമലി താമരൻ ഡീ ഫിഷ്. വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ വിനീഗർ ലൈം ഒക്കെ ഉപയോഗിക്കാതെ സ്പെഷ്യലായിട്ട് താമരൻ്റെ ഓയിലെല്ലാം കുക്കിന് സ്റ്റോക്കിൽ കുക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓയിൽ അടി കൊടുക്കാം ആണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അത് കണ്ടുപോകാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കോമലി താമരൻ ഡീ ഫിഷ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ സീർ ഫിഷ്, താമരൻ ജ്യൂസ്, റെഡ് ചില്ലി പേസ്റ്റ്, ക്രഷ് പെപ്പർ, കാശ്മീരി ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, സാൾട്ട്, കോക്കനട്ട്, ജിഞ്ചർ, കോക്കനട്ട് ഓയിൽ, ചോപ്ഡ് ഗാർലിക്, ഷാലറ്റ്സ് ആൻഡ് കറി ലീവ്സ്. ഇനി നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് പോകാം. ഗാർലിക്, ജിഞ്ചർ, ഷാലറ്റ്സ്, കറി ലീവ്സ്, coconut, turmeric powder, salt, tamarind juice, ചില്ലി പേസ്റ്റ്, ക്രഷ് പെപ്പർ. നമുക്ക് ഫിഷിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഡൈല്യൂട്ട് ചെയ്തു. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ പാനിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ്. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫിഷ് അതിലേക്ക് ആഡ് ചെയ്യുന്നു. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിന്ന് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഫിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് മസാല ശരിക്കും ഡ്രൈ ആക്കാം. കുക്കിംഗ് ടൈം ഒരു 3 to 4 minutes കുക്ക് ചെയ്ത് ഫിഷ് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈ ആയിട്ട് വരുന്ന മസാല ശരിക്കും നല്ല കില്ലി ഫിഷിൻ്റെ മാതിരി തന്നെ ഡ്രൈ ആക്കി വെക്കണം. നമ്മൾ അതിലേക്ക് കുറച്ച് ഇങ്ങനത്തെ ഓയിൽ, കുറച്ച് ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. കോക്കനട്ട് ഓയിൽ,
ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വെരി സിമ്പിൾ ആണ്. നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം. ബീൻസ്, ഷാലറ്റ്സ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചോപ്പ്, കോക്കനട്ട്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം, ടർമറിക്, ചില്ലി പേസ്റ്റ്, പെപ്പർ എല്ലാം മിക്സ് ചെയ്യുക. സ്റ്റോക്ക് ഒഴിക്കുക. സ്റ്റോക്കിൽ നമ്മൾ ഫിഷ് ഇട്ട് കുക്ക് ചെയ്യുന്നു. ഫിഷ് ശരിക്കും ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ വേണമെങ്കിൽ മാത്രം ഓയിൽ ഇട്ട് കൊടുക്കുക. ശരിക്കും ഡ്രൈ ആക്കി ഫിഷ് ഫ്രൈ പോലെ തന്നെ ശരിക്കും ഡ്രൈ ആക്കി എടുക്കുക. വെരി സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ എല്ലാവരും ട്രൈ നോക്കാം. ഈ വെള്ളത്തിലിട്ട് സ്റ്റോക്കിൽ വേവിക്കുന്ന കൂടെ വെച്ചാൽ അതിനകത്തേക്ക് എല്ലാ ടേസ്റ്റ് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്ക് വെച്ച് വേവിക്കുന്നത്. നമ്മുടെ കിടിലൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു നല്ല ചൂടുണ്ട്. ചെറിയൊരു പീസ് എടുത്തിട്ട് അടിപൊളി മച്ചന്മാരെ. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ഡിഷാണ്. കാരണം നമ്മളിപ്പോ സാധാ പറയുന്ന പോലെയല്ല, നല്ലൊരു അതിന്റെ പുളിയുടെ ടേസ്റ്റും എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി ഡിഷാണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാം ട്രൈ ചെയ്തോ. താങ്ക്സ്. ഞങ്ങൾക്കൊരു പുതിയൊരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. താങ്ക്സ് സോ മച്ച്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും